ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? നൈട്രജൻ വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്സിജനെയാണ്. ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ദ മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ്. ഓക്സിജൻ വിച്ച് ഈസ് നോൺ ആസ് ദ ബ്രെത്ത് ഓഫ് ലൈഫ് ഈസ് എ ഗ്യാസ് വിച്ച് ഈസ് ഇൻഎവിറ്റബിൾ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. ഓക്സിജൻ is found in combined state in atmospheric air, water, minerals and all organism. അല്ലേ? അപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് ഓക്സിജനെ കാണാൻ പറ്റൂലേ? അതായത് ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ദർ ഇസ് നോ ലൈഫ്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ നമ്മൾ ആർട്ടിഫിഷ്യൽ ഓക്സിജനൊക്കെ നമ്മൾ കൊടുക്കുന്നതൊക്കെ കാണാറുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻസിലൊക്കെ. ഓക്കെ, അപ്പോൾ ഓക്സിജൻ എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അതായത് ഇൻഡസ്ട്രിയൽ പരമായിട്ട് നമ്മളെങ്ങനെ ഓക്സിജനെ പ്രിപ്പയർ ചെയ്തെടുക്കും. അത് വളരെ സിമ്പിളാണ്. നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു ഗ്യാസ് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ KMnO4നെ ഞാനവിടെ ഹീറ്റ് കൊടുക്കുകയാണ്, ബേൺ ചെയ്യാണ്. ആ സമയത്ത് K2MnO4ഉം ഈ MnO2ഉം O2 ആയിട്ട് മാറും. ഈ K2MnO4 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം മാംഗനേറ്റ് ആണ്, മാംഗനീസ് ഡയോക്സൈഡാണ്. MnO2 ഓക്സിജന് കിട്ടുകയാണ്. പക്ഷേ എനിക്കറിയില്ല ഇത് ഓക്സിജൻ ആണെന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഞാനെന്ത് ചെയ്യാണ്, ഇതിൻ്റെ മൗത്ത് ഭാഗത്ത് ഞാനൊരു മാച്ച് സ്റ്റിക്ക് വെക്കുന്ന സമയത്ത് ഇത് വളരെ നന്നായിട്ട് ഫ്ലയേഴ്സ്, അതായത് ഇത് ആളിക്കത്തുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ആളിക്കത്തുന്നത് കാരണം ഓക്സിജൻ്റെ പ്രസൻസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ എപ്പോഴും കമ്പഷന് ഹെൽപ്പ് ചെയ്യുന്ന വാതകം, കത്താൻ ഹെൽപ്പ് ചെയ്യുന്ന വാതകം എപ്പോഴും ഓക്സിജനാണ്. ഓക്കെ, അതേപോലെ കത്തുന്ന ബേൺ ചെയ്യുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഹൈഡ്രജനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓക്സിജന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഓക്സിജൻ്റെ ഇമ്പോർട്ടൻ്റ് കെമിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞുതരാം. ഓക്സിജൻ മെറ്റൽസുമായിട്ടും നോൺ മെറ്റൽസുമായിട്ടും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഓക്സൈഡ് കിട്ടുന്നു. അതായത് മാഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മാഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു. സോഡിയം എന്ന മെറ്റൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സോഡിയം ഓക്സൈഡ് ഉണ്ടാവുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അതിൻ്റെ തന്നെ ഓക്സൈഡ് ഫോം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇനി മാഗ്നീഷ്യം ഈ പറയുന്ന നോൺ മെറ്റലായിട്ടുള്ള കാർബണുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് വാട്ടറുമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പഠിക്കുന്നത് ഓസോണിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാം ഓസോൺ ലെയർ ഇന്നും നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് അല്ലേ? അപ്പോൾ ഈ ഓസോണിനെ നമ്മൾ എവിടെയാണ് കാണുക? നമ്മുടെ ഭൂമിയുടെ ലെയർ, ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അതിൽ എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് അല്ലേ? അതിൽ സെക്കൻഡ് ലെയറായിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മൾ എന്തിനെ കാണുക? ഓസോണിനെ കാണുക അല്ലേ? ഓസോൺ എപ്പോഴും N3 മോളിക്യൂൾസ് ആയിട്ടാണ് നിൽക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സണ്ണിൽ നിന്നും ഒരുപാട് UV റൈസസ് വരാറുണ്ട്. അതായത് അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ സണ്ണിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക്, ഭൂമിയിലേക്ക്, എർത്തിലേക്ക് വരാറുണ്ട് അല്ലേ? ആ ഒരു സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള O2 തന്മാത്രകൾ എന്ത് ചെയ്യും? ഈ വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ഈ അൾട്രാ വയലറ്റ് രശ്മികളെ ഈ ഒരു ഓക്സിജൻ തന്മാത്രയെ അങ്ങോട്ട് ബ്രേക്ക് ആക്കിയിട്ട് പൊട്ടിച്ചിട്ട് അതായത് ഓക്സിജൻ ആറ്റങ്ങളാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഈ ഓക്സിജൻ ആറ്റങ്ങളാക്കി മാറ്റിയ ഇത് വീണ്ടും അഗെയിൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള O2 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും എന്തായിട്ട് മാറും? O3 ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് ഇങ്ങനെ സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അൾട്രാ വയലറ്റ് രശ്മികൾ ഓക്സിജൻ മോളിക്യൂൾസിനെ വെറും ഓക്സിജൻ ആറ്റങ്ങളാക്കി മാറ്റും. ആ സമയത്ത് അഗെയിൻ അന്തരീക്ഷത്തിലുള്ള ബാക്കിയുള്ള ഓക്സിജൻ മോളിക്യൂൾസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താണ്? O3 എന്ന ഫോമിലേക്കായിട്ട് മാറുന്നു, ഓസോൺ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ അടുത്തത് ഓസോണിൻ്റെ ഡിപ്ലഷൻ എങ്ങനെയാണ് സംഭവിക്കുക എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഓസോണിൻ്റെ ഡിപ്ലഷൻ അഥവാ ശോഷണം എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയാണ്? നമുക്കറിയാം നമ്മുടെ വീടുകളിലും മറ്റും ഉപയോഗശൂന്യമായിട്ടുള്ള ഫ്രിഡ്ജ്, AC ഒക്കെ ഉണ്ടാവും അല്ലേ?
അവരെ നമ്മൾ ഉപയോഗിക്കാതെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ നിന്നും അവരിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു ഗ്യാസ് ഉണ്ട്, ദാറ്റ് ഈസ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഈ CFC എന്ന് പറയുന്നത് നേരെ പോകുന്നത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിലേക്കാണ്. സ്ട്രാറ്റോസ്ഫിയറിലെത്തുന്നു, അവിടെ വെച്ച് ഓസോണിനെ അങ്ങോട്ട് എന്താക്കി മാറ്റാണ്, വിഘടിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ CFC നേരെ സ്ട്രാറ്റോസ്ഫിയറിൽ എത്തിയിട്ട് അവിടെ വെച്ചിട്ട് അവർക്ക് ആദ്യം ഒരു ഡീകമ്പോസിഷൻ നടക്കുന്നു, എന്നിട്ട് ക്ലോറിൻ രൂപപ്പെടുന്നു. ഈ ക്ലോറിൻ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ഓസോണിനെ O3 ആയിട്ടുള്ള തന്മാത്രയെ എന്ത് ചെയ്യും, O3 അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഡീകമ്പോസിഷൻ നടത്തിയിട്ട് O എന്ന് പറയുന്ന ആറ്റങ്ങളാക്കി മാറ്റും. പക്ഷേ ഈ ആറ്റങ്ങൾ അനങ്ങാതിരിക്കുകയോ ഇല്ല. ഈ ആറ്റങ്ങൾ എന്ത് ചെയ്യും, അഗെയിൻ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള O2 ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് O3 തന്നെ ആയിട്ട് മാറും അല്ലേ. അപ്പോൾ ആ അൾട്രാവയലറ്റ് രശ്മികൾ ഈ CFC വന്നിട്ട് ഇതിനെ ഡീകമ്പോസിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓസോൺ പാളി എന്തില്ല, അവിടെ ഓസോണില്ല അല്ലേ. ആ ഒരു സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് അന്തരീക്ഷത്തിലേക്ക് ഈ പറയുന്ന വികിരണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവർ ഓസോണിൻ്റെ ഡിപ്ലഷൻ സംഭവിക്കുന്നത്. എല്ലാ സമയത്തും സംഭവിക്കുന്നില്ല, എന്നാലും ഓസോണിൻ്റെ ഡിപ്ലഷൻ പലപ്പോഴും സംഭവിക്കാൻ കാരണം ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓസോണിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി ഓക്സിജൻ നമ്മൾ ഏതൊക്കെ കാര്യത്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഹെൽപ്പ് ഇൻ കമ്പഷൻ കത്താൻ ജ്വലനത്തിന് സഹായിക്കുന്നു. അതേപോലെ റോക്കറ്റ് ഫ്യൂവലിലൊക്കെ ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന് നമുക്ക് ഓക്സിജൻ വേണം. അതേപോലെ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വെൽഡിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്സിജനെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് വണ്ണാണ് ഈ ഒരു ചാപ്റ്ററിലെ ക്ലോറിൻ എന്ന് പറയുന്നത്. ക്ലോറിനെ നമുക്കറിയാം, NaCl നമ്മൾ ഡെയിലി കഴിക്കുന്ന സാൾട്ടിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ക്ലോറിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. ഇനി മെയിൻലി ഈ ഒരു ചാപ്റ്ററിൽ ക്ലോറിൻ്റെ ഭാഗത്ത് നമുക്ക് ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പ്രിപ്പറേഷൻസ് ഓഫ് ക്ലോറിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ബാക്കിയുള്ളവരുടെ പോലുള്ള ഒരു പ്രിപ്പറേഷൻസ് അല്ല ക്ലോറിൻ്റെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. കാരണം അവർ ആദ്യം വാട്ടറിലൂടെയും പിന്നീട് സൾഫ്യൂരിക് H2SO4 എന്ന് പറയുന്ന സൾഫ്യൂരിക് ആസിഡിലൂടെയും കടത്തിവിട്ടതിന് ശേഷമാണ് നമുക്ക് ക്ലോറിനെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ രണ്ട് രീതിയിൽ ഇവരെ കടത്തി വിട്ടിട്ട് നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ കളക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ക്ലോറിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ എടുത്തു, അതേപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് HCl എടുത്തു, അതായത് ഗാഢ കോൺസെൻട്രേറ്റഡ് ലായനി എടുത്തു, പൊട്ടാസ്യം പെർമാംഗനേറ്റും എടുത്തു. അവിടെ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു ഗ്യാസ് അവിടെ ഇവോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്യാസ് എന്ന് പറയുന്നത്, എനിക്ക് ഇവോൾവ് ചെയ്തിട്ടുള്ള ഗ്യാസ് എന്ന് പറയുന്നത് ക്ലോറിൻ ഗ്യാസാണ്. ഈ ക്ലോറിൻ ഗ്യാസിനെ ഞാൻ ആദ്യം വാട്ടറിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുക. വാട്ടറിലേക്ക് കടത്തിവിടുന്ന സമയത്ത് ഈ ക്ലോറിൻ ഗ്യാസിൻ്റെ കൂടെ ആരും കൂടി ഉണ്ടാവും, HCl ബാഷ്പം കൂടി ഉണ്ടാവും, HCl വേപ്പേഴ്സ് ഉണ്ടാവും. ഈ HCl വേപ്പേഴ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം വാട്ടറിലൂടെ കടത്തിവിടുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, ക്ലോറിൻ കിട്ടും. ഈ ഒരു ക്ലോറിനെ വീണ്ടും ഞാൻ സൾഫ്യൂരിക് ആസിഡിലൂടെ H2SO4 കടത്തിവിടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ H2SO4 കടത്തിവിടുന്നത് എന്തിനായിരിക്കും, വാട്ടറിൽ നിന്ന് വരുന്ന ക്ലോറിൻ ഗ്യാസിന് വാട്ടർ എന്തുണ്ടാവും, മോളിക്യൂൾസ് പ്രസൻ്റ് ആയിരിക്കും. വാട്ടറിൽ നിന്ന് വരുന്ന ഈ ഒരു ഗ്യാസിന് വാട്ടറിൻ്റെ മോളിക്യൂൾസ് പ്രസൻ്റ് ആയിരിക്കും. എനിക്ക് വാട്ടറിൻ്റെ മോളിക്യൂൾസ് പ്രസൻ്റ് ആയിട്ടുള്ള ക്ലോറിൻ്റെ ആവശ്യമില്ല അല്ലേ. അപ്പം ഞാനെന്താ ചെയ്യുക, കംപ്ലീറ്റ് വാട്ടറിൻ്റെ കോണ്ടൻ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫ്രഷായിട്ടുള്ള എന്ത് ചെയ്യും, ക്ലോറിൻ ഗ്യാസിനെ ഇതിലേക്ക് ഒരു ജാറിലേക്ക് കളക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം വാട്ടറിലൂടെ കടത്തിവിടുന്നു, ബിക്കോസ് HCl വേപ്പേഴ്സ് റിമൂവ് ചെയ്യാൻ. സെക്കൻഡ്ലി നമ്മൾ H2SO4 കടത്തിവിടുന്നു, അത് വാട്ടറിൻ്റെ മോളിക്യൂൾസ് അല്ലെങ്കിൽ വാട്ടർ കോണ്ടാക്റ്റ് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഇനി വാട്ടർ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ദ ക്ലോറിൻ ഗ്യാസ് ഇസ് ഒബ്റ്റൈൻഡ്
is collected in the jar after passing the first through water and through sulfuric acid. Why? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നമ്മളുടെ ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ പഠിക്കുന്നുണ്ട്. ബ്ലീച്ചിങ് ആക്ഷൻ നമുക്കറിയാം, ബ്ലീച്ചിങ് ആക്ഷൻ എപ്പോഴും വാട്ടറിൻ്റെ പ്രസൻസിലാണ് നടക്കുക. വാട്ടർ ഇല്ലാതെ ബ്ലീച്ചിങ് ആക്ഷൻ നടക്കില്ല. അപ്പോൾ ഞാൻ 2 ജാർ എടുത്തു. ഒന്നിൽ ഞാൻ വെറ്റായിട്ടുള്ള ക്ലോത്ത് എടുത്തു, ഒന്നിൽ ഞാൻ ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് എടുത്തു അല്ലേ. അപ്പോൾ ഈ ഒരു 2 ജാറിലും ഞാൻ ക്ലോറിനെ നിറച്ചിട്ടുണ്ട്. ക്ലോറിൻ, 2ലും ക്ലോറിൻ ഉണ്ട്. എന്നിട്ട് ഒന്നിൽ ഞാൻ നനഞ്ഞ തുണിയും കൊണ്ടുപോയിട്ട് ക്ലോറിനിലിട്ടു, ഒന്നിൽ ഞാൻ ഉണങ്ങിയ തുണിയും കൊണ്ടുപോയിട്ടിട്ടു. അപ്പോൾ ഏതിലായിരിക്കും നമ്മുടെ ക്ലോറിൻ്റെ റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും നമ്മുടെ വെറ്റായിട്ടുള്ള ആ ഒരു ക്ലോത്തിലായിരിക്കും. ഓക്കെ, വെറ്റായിട്ടുള്ള ആ ഒരു ക്ലോത്തിലായിരിക്കും. ഓക്കെ, ആ ഒരു വെറ്റായിട്ടുള്ള ക്ലോത്തിലായിരിക്കും അവിടെ റിയാക്ഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആ ഒരു റിയാക്ഷൻ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ക്ലോറിൻ ഗ്യാസ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ക്ലോറിൻ ഗ്യാസ് ഓക്കെ, എങ്ങനെയാണ് ആ റിയാക്ഷൻ നടക്കുന്നത് നോക്കാം. ആദ്യം ക്ലോറിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എനിക്ക് HCl ബാഷ്പവും HOCAയും കിട്ടുന്നു. ഈ HOCA എന്ന് പറയുന്നത് ഹൈപ്പോക്ലോറസ് ആസിഡാണ്. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്നത് തീരെ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ആളാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഡികമ്പോസിഷൻ നടക്കുകയും HClഉം നെയ്സൻ്റ് ഓക്സിജനായിട്ട് മാറുകയാണ് ചെയ്യുക. അതായത് വെറും ഓക്സിജനാണ്, നെയ്സൻ്റ് ഓക്സിജനായിട്ട് മാറും. അപ്പോൾ ഇത് രണ്ടും, ഈ നെയ്സൻ്റ് ഓക്സിജനാണ് എന്ത് ചെയ്യുക, ഇതൊരു ഓക്സിഡൈസിങ് ഏജൻ്റായിട്ട് ബ്ലീച്ചിങ് ആക്ഷൻ നടത്തുന്നത് നമ്മുടെ ഈ പറയുന്ന നെയ്സൻ്റ് ഓക്സിജനാണ്. ഓക്കെ, അപ്പോൾ ഈ ഓക്സിജനാണ് എന്ത് ചെയ്യുക, ക്ലോറിൻ്റെ ബ്ലീച്ചിങ് പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ നെയ്സൻ്റ് ഓക്സിജൻ അഥവാ നവജാത ഓക്സിജനാണ് പോയിട്ട് ബ്ലീച്ചിങ് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലീച്ചിങ് ആക്ഷൻ. പിന്നെ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ബ്ലീച്ചിങ് പൗഡറിൻ്റെ നിർമ്മാണമാണ്. പ്രിപ്പറേഷൻസ് ഓഫ് ബ്ലീച്ചിങ് പൗഡർ, അത് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ സ്ലൈക്ക്ഡ് ലൈമിലൂടെ CaOH2 എന്ന് പറയുന്ന സ്ലൈക്ക്ഡ് ലൈമിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുകയാണ്. സ്ലൈക്ക്ഡ് ലൈമിലൂടെ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, CaOCl2 എന്ന് പറയുന്ന നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ കിട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ CaOH2 എന്ന് പറയുന്ന സ്ലൈക്ക്ഡ് ലൈമിലൂടെ നമ്മൾ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുന്ന സമയത്ത് എന്ത് കിട്ടും, CaOCl2 എന്ന് പറയുന്ന ബ്ലീച്ചിങ് പൗഡർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ അവിടെ NaCl എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡിലേക്ക് AgNO3 നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നുണ്ട്. അതിനർത്ഥം അതിൽ ക്ലോറിൻ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.